നമ്മുടെ ഒരു വാഴയിലയുടെ അത്രയുണ്ട് നമ്മുടെ മഞ്ഞക്കൂവ. ഇതിൻ്റെ പൊടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും നല്ലതാണ്. ഇത് ഇഞ്ചിയുടെ ഇല എല്ലാവർക്കും അറിയാമല്ലോ. ഇഞ്ചിയുടെ ഇല കണ്ട് ഇങ്ങനെ കനം കുറഞ്ഞ് ഇങ്ങനെ നീളത്തിലിരിക്കും. ഞാൻ ഇരിക്കുന്നത് എൻ്റെ കസ്തൂരി മഞ്ഞളിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പം കസ്തൂരി മഞ്ഞൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പം കസ്തൂരി മഞ്ഞൾ നട്ടപിടിയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേർക്ക് ഡൗട്ടുണ്ട് എങ്ങനെയാണ് ഈ കസ്തൂരി മഞ്ഞൾ ഇരിക്കുന്നതെന്നുള്ളത്. കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മഞ്ഞ കളറല്ലാതെ പിന്നെന്താണ്, ക്രീം കളറാണ്. അപ്പം അതിൻ്റെ ഇലയെക്കുറിച്ച് ചിലർക്ക് ഡൗട്ടുണ്ട്, കാണിച്ചു തരണമെന്ന് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇലയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും, കണ്ടോ. അപ്പം നമ്മുടെ ഒരു വാഴയിലയുടെ അത്രയുണ്ട്. ഇതിനകത്ത് കസ്തൂരിയുടെ ഒരു ചെറിയൊരു മണവും കാണും. അപ്പം ഇനി കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് നടന്ന കുറേ പേരുണ്ട്, എന്താണ്, മഞ്ഞക്കൂവ നടന്നവരുണ്ട്. അപ്പം മഞ്ഞക്കൂവയുടെ ഇലയും കൂടെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് മഞ്ഞക്കൂവ എന്ന് പറയുന്നത്. മഞ്ഞക്കൂവയുടെ ഇലയുടെ നടുക്കൂടെ ഒരു ബ്രൗൺ കളറ് ഇങ്ങനെ കാണും കേട്ടോ, അതിൻ്റെ ഞരമ്പ് വഴി കണ്ടല്ലേ. ഇതാണ് മഞ്ഞക്കൂവ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഞങ്ങൾ അധികം നട്ടിട്ടില്ല, കാരണം അധികം മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അധികം നട്ടിട്ടില്ല. പക്ഷേങ്കിൽ അത് എല്ലാം നമ്മുടെ പറമ്പിൽ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അത് നട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞക്കൂവ. അപ്പം ഡൗട്ടൊക്കെ എല്ലാവരും ക്ലിയർ ചെയ്തോണം കേട്ടോ. ഇതിൻ്റെ നിറമെന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ തന്നെ ആയിരിക്കും. അപ്പം ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ കൂവ എന്ന് പറയുന്നത്, വെള്ളക്കൂവ. ചിലരൊക്കെ പറയും ഇതൊന്നും അല്ല കൂവ, ഏതാണ്ട് നീലക്കൂവയൊക്കെയാണെന്ന് പറയാം. പക്ഷേ എങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് എനിക്ക് തോന്നുന്നു കൂടുതലും എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ വെള്ളക്കൂവ തന്നെയാണ്. ഇതിൻ്റെ പൊടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് ലൂസ് മോഷനൊക്കെ വന്നാൽ ഇതിൻ്റെ ഒരു സ്പൂൺ പൊടി നമ്മൾ കാച്ചി കുടിക്കുകയെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. നമ്മുടെ ലൂസ് മോഷനൊക്കെ പമ്പ കിടക്കും അതൊക്കെ. അപ്പം ഈ പ്രാവശ്യം ഞാൻ കുറേ നട്ടിട്ടുണ്ട്. ഇപ്പം വളമൊക്കെ കൊടുത്ത് വെട്ടിയടിപ്പിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ കൂടാതെ എന്ന് പറഞ്ഞാൽ വെട്ടിയടിപ്പിച്ചൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചക്ക, മാങ്ങ, അതുപോലെ മീൻവെള്ളം എല്ലാം, കിച്ചണിൽ വേസ്റ്റ് വരുന്ന എല്ലാ സംഭവങ്ങളും ഒരു ഡ്രമ്മിനകത്ത് കൊണ്ടിട്ടിട്ട് ആ ഡ്രമ്മിനകത്ത് കിടന്ന് അഴുകിയിട്ട് ആ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിലെല്ലാം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പച്ചപ്പാട്ടാണ് വളർന്നു വന്നേക്കുന്നത്. കണ്ടില്ലേ, നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഇപ്പം നട്ടിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല, കുറച്ച് നാളായതേ ഉള്ളൂ. അപ്പോൾ അവർ നല്ല പൊക്കത്തിലാണ് വളർന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നല്ല പച്ച കളറായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്നതായ മഞ്ഞളാണ്. അപ്പോൾ അതും ഞാൻ കുറേ നട്ടിട്ടുണ്ട്. ഒരു 10-200 മൂടോളം ഈ പ്രാവശ്യം മഞ്ഞൾ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇലയൊക്കെ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയുടെ അത്രയൊന്നും വലിപ്പമൊന്നും പോകത്തില്ല. എങ്കിലും നല്ലതുപോലെ വളമൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല തഴപ്പോടെ അവരും വളർന്നു വന്നോളും. ഇഷ്ടം പോലെ മഞ്ഞളും അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചാണകം ഇട്ടിട്ടുണ്ട്, ചാരം ഇട്ടിട്ടുണ്ട്, എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വെട്ടിയടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇഞ്ചിയുടെ ഇല എല്ലാവർക്കും അറിയാമല്ലോ. ഇഞ്ചിയുടെ ഇല കണ്ട് ഇങ്ങനെ കനം കുറഞ്ഞ് ഇങ്ങനെ നീളത്തിലിരിക്കും. അപ്പോൾ അത് അറിഞ്ഞിടത്തെ ആരും കാണത്തില്ലായിരിക്കും. ഇതാണ് ഇഞ്ചി. ഇതും എല്ലാവരും ഒരു 10 ഗ്രോ ബാഗിനകത്തെങ്കിലും നടണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം എല്ലാത്തിൻ്റെയും വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എല്ലാ കൃഷികളും നിങ്ങൾ ചെയ്യണം. ഇഞ്ചിയും മഞ്ഞൾ, കൂവ എല്ലാം നമ്മുടെ പറമ്പിൽ ഒരു 5 മൂടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ, എല്ലാ പൊടികളും നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണുമല്ലേ. ഇപ്പം നിങ്ങൾക്ക് പറമ്പുകളില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെറസിലോ അല്ലെങ്കിൽ മുറ്റത്തിൻ്റെ കുറച്ച് സ്ഥലമെങ്കിലും എടുത്ത്, മണ്ണില്ലെങ്കിൽ പോലും ആ മണ്ണില്ലാ കൃഷിയൊക്കെ ഞാൻ ഇപ്പം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിക്കൊണ്ട് ആ കമ്പോസ്റ്റ് വെച്ചിട്ട് മുളകൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതേപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisavestate.com വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതിനും വിത്തുകളും അതേപോലെ തന്നെ നല്ല പ്രീമിയം ഏലക്കയുണ്ട്, അതുപോലെ കുരുമുളകുണ്ട്, പൊന്നാങ്കണ്ണി ചീരയുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ളതായ ഒരു 200-ൽ പരം വിത്തുകൾ, പച്ചക്കറി വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.